everyone, welcome back to my YouTube channel. I still remember the way that you'd smile when you'd feel the ocean breeze and when you were mine. We were talking. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണല്ലേ. ലോക്ക്ഡൗണൊക്കെ കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ സേഫായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഹോബീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഹോബി നിങ്ങൾക്കറിയുന്ന പോലെ ഡാൻസാണ്. അതെപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് മാറ്റി വെച്ചാൽ പിന്നെ വേറെ കുറച്ച് ഹോബീസൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്, പിന്നെ ചെറുതായിട്ടൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഫ്രീ ആണ്, അതുകൊണ്ട് ചെടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ചെടി നടുക, അതിനെ വളർത്തുക, വെള്ളമൊഴിക്കുക, പിന്നെ അതിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുൾ ഫീലിംഗ് ആണത്. അത് ചെയ്തവർക്ക് അത് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പൂക്കൾ ഉള്ള പ്ലാന്റ്സ് ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഇൻഡോർ പ്ലാന്റ്സ്, ഒരുപാടുള്ള പ്ലാന്റ്സാണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷെ അമ്മയ്ക്ക് നേരെ മറിച്ചാണ്. അമ്മയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ കൂടുതലും പൂക്കളുള്ള ചെടികളാണ് ഇഷ്ടം. അതേപോലെ എൻ്റെ അങ്കിൾ, ഞാൻ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്, ചാച്ചൻ്റെ വീട്ടിലും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അവിടെ രണ്ടും ഉണ്ട്. എന്താ പറയുക, ലീവ്സ് മാത്രം ഉള്ളതുണ്ട്, പിന്നെ ഫ്ലവേഴ്സും മാത്രം ഉണ്ടാവുന്ന ടൈപ്സും ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഭയങ്കര ക്രേസാണ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചതും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നാണ്. അതിൽ നിങ്ങൾക്കറിയായിരിക്കും, എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കാവ്യ. അപ്പോൾ കാവ്യയാണ് എനിക്ക് കൊണ്ടു തന്ന കുറച്ച് മണി പ്ലാന്റ്സാണ്. അപ്പോൾ അത് ഞാനിവിടെ വെച്ച് വലുതാക്കി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടാണ് ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം. സോ അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റ് നോട്ടിഫൈഡ് ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ന്യൂ അപ്കമിങ് വീഡിയോസ്. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റി അറിയണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ്സ്. എല്ലാവർക്കും അറിയണ്ടാവും. അതിൻ്റെ വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ മണി പ്ലാന്റ്സ് ശരിക്കും വീട്ടിൽ വയ്ക്കുന്നത് നല്ല കേട്ടോ. കാരണം ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പിന്നെ ഭാഗ്യം കൊണ്ടുവരും, പിന്നെന്താ ഓക്സിഡൈസ്ഡ് ആവും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്കറിയാം ഓക്സിജൻ എത്രത്തോളം വാല്യൂ ഉണ്ടെന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ കിട്ടാനും നമുക്ക് കൂടുതലും ഓക്സിജൻ കിട്ടാനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് മണ്ണാണ്. ബ്ലാക്ക് സോയിൽ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും പോട്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ്, പിന്നെ വാട്ടർ. നമുക്ക് പോട്ട് ഏതെങ്കിലും പോട്ട് എടുക്കാം കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സ് ചെറുത് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ മുറിച്ച് നമുക്ക് വേണമെങ്കിൽ അതിൽ പ്ലാന്റ്സ് വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത പോട്ട് അടിയിലൊരു ട്രേയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് നല്ല ഭംഗിയുള്ള പോട്ട്സ് വാങ്ങാൻ കിട്ടും. ഞാൻ ഈ പോട്ട്സൊക്കെ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചതാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഡൽഹി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന നല്ല മെറ്റീരിയൽസാണ് അതൊക്കെ.
അപ്പോൾ നമ്മുടെ പ്ലാൻസ് എല്ലാം സെറ്റായി, നല്ല അടിപൊളിയായി ഇരിക്കുന്നുണ്ടെല്ലാനും, അത്യാവശ്യം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ട്രൈപോഡ്, ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഓരോ പ്ലേസിലായിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോട്ട് ഞാൻ വിൻഡോൻ്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ പോട്ട്സ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് അകത്ത് വെക്കാനായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, അത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വെക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു വൈറ്റ് ബോർഡ് ഞാൻ അതിൻ്റെ അടിയിൽ പ്ലെയിനായിട്ട് വെച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി അത്ര ഭംഗിയില്ലാത്ത പോലെ തോന്നി. സോ ഞാൻ ജസ്റ്റ് അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കാമെന്ന് വെച്ചു. എനിക്കറിയില്ല എത്രത്തോളം ഭംഗി ഉണ്ടാകും, നമുക്ക് നോക്കാം. എന്തായാലും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. യെസ്, എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്ക് ആ ഒരു സമയത്ത് തോന്നുന്ന ഐഡിയാസിൽ ചെയ്യുന്ന കേട്ടോ, അല്ലാണ്ട് മുൻപ് പ്ലാൻ ചെയ്തൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്ലീസ് കമൻറ്റ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഓർ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ as usual, everyone please keep watching, then stay safe and stay home. Then don't forget to like, share and subscribe.